ആ 2-2:30 ആകുമ്പോഴേക്ക് ഇവിടെ നിന്ന് വിടാം. ഹൈവേ എത്തുന്നവരെ ചെറിയ ടെൻഷനുണ്ട്. 1-2 പുതിയ കോപ്പന്മാർ ഇറങ്ങിയിട്ടുണ്ട്. വളയാനൊരു മടി. സാരമില്ല, ചെക്കിങ്ങിനെന്നും പറഞ്ഞ് ഏത് തൊപ്പി വെച്ചവൻ കൈ കാണിച്ചാലും നിർത്തണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. വണ്ടി വട്ടം വെച്ച ഇടിച്ച് തെറിപ്പിച്ചേക്കാനും പറഞ്ഞു. ഹൈവേ ടച്ച് ചെയ്താ പിന്നെ സേഫാ, ഫ്രീ സോൺ. ഇടയ്ക്ക് മണലടി നിന്നപ്പോൾ പോലും സുഭാഷണൻ നിയമന്മാർക്കുള്ള മാസപ്പടി മുടക്കിയിട്ടില്ല. സിയും സുഭാഷണനും ഫെവിക്കോളല്ലേ. സാറിന് പറ്റൂല്ലോ, രണ്ടിലൊന്ന് പറ, നേരം പോവാ. കിടന്ന് മൂപ്പിക്കാതടേ. ഇതെന്താ നിന്റെ അച്ചി വീടാ? വന്ന് വിളിക്കുമ്പോഴേക്ക് കൂടെ ഇറങ്ങിപ്പോരാൻ. സാറേ, എന്റെ ജീവനും ഭീഷണിയുണ്ട്. മണൽ മാഫിയ എന്ന് പറഞ്ഞ് നിവേദനം കൊടുക്കാനും പരാതി പറയാനും നിന്നാ ബോംബ് പറഞ്ഞ് കൊല്ലുമെന്ന് പറഞ്ഞ് ദേ ഈ ഫോണിലോട്ട് 1 മണിക്കൂർ മുമ്പാ കോള് വന്നത്. അപ്പൊ പിന്നെ എന്തിനാടേ വേണ്ടാത്ത പണിക്ക് നിക്കണത്? ഭീഷണിക്ക് വഴങ്ങാൻ വേറെ ആളെ നോക്കണം സാറേ. അവിടുന്ന് മണലും കയറ്റി ലോറികൾ വിടും മുമ്പ് സാറിന് അവന്മാരെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? എനിക്കത് അറിഞ്ഞാൽ മതി. എനിക്ക് സൗകര്യമില്ല. നീ എന്തോ ഉണ്ടാക്കും? ഇത്തരം സന്ദർഭങ്ങളിൽ സാധാരണ പൗരന് മേലുദ്യോഗസ്ഥരോട് നേരിട്ട് പരാതിപ്പെടാനാ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ഈ ഫോൺ നമ്പറുകൾ പത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. വേണ്ടാത്ത പണിക്ക് നിക്കല്ലേ. സെബാസ്റ്റ്യൻ, സർ. എന്താ തനിക്ക് വേണ്ടത്? സാറേ, മേലെ കടവിൽ കുറെ ലോറികൾ കൊണ്ടുവന്ന് മണൽ കയറ്റിക്കൊണ്ടിരിക്കുക. ഇതെന്തോടോ ഇത്? സാർ, അവന് വയറിന് തീരെ സുഖമില്ല. വിളിക്കണോ സർ? യോ, വേണ്ട വേണ്ട, വിളിച്ചിട്ട് എന്നാത്തിനാ? ദേ, മണൽ മാഫിയെ കുറിച്ച് വന്ന ഈ ഫീച്ചറിൽ പേരെടുത്ത് പറയുന്ന ഉദയഭാനു നേരിട്ട് നിന്നാ മണൽ ലോഡ് ചെയ്യുന്നത്. സാറിന് ഇപ്പൊ വന്ന അവന്മാരെ അറസ്റ്റ് ചെയ്യാം. ഞാൻ തന്റെ കൂടെ വരാം. അവന്മാരെ ജീപ്പ് കയറ്റി ഇങ്ങോട്ട് കൊണ്ടുപോരുകയും ചെയ്യാം. പക്ഷേ നാളെ വെളുക്ക് മുമ്പ് അവന്മാര് പുറത്തിറങ്ങും. ഇറങ്ങിയ റിസ്ക് തനിക്ക. അതിന് തയ്യാറാണെങ്കിൽ പറ, നമുക്ക് പോവാം. തയ്യാറാ സാർ. ഇല്ലെങ്കിൽ ഞാൻ പൊതുപ്രവർത്തനാണെന്ന് പറഞ്ഞു നടക്കുന്നതിൽ അർത്ഥമില്ല. ആകെ ഡ്യൂട്ടിയിൽ 3 പേര്. അതിൽ ഈ കിടക്കുന്ന ഒരുത്തിന് തൂറ്റലും. 2 അവന്മാര് ബീറ്റിന് പോയി അല്ലടോ? സാർ. ആ, താമ്പാ SI എന്ന് വിളിച്ച അവന്മാര് കൂടെ പോരും. ഈ കാക്കിക്ക് ആകെപ്പാടെ ഉള്ള വില അതാ. സാറേ, ഒന്നുകൂടെ ആലോചിച്ചിട്ട് മതി. ഉദയഭാനുവിന്റെ ചീഫ് സുഭാഷാ, പാറമട സുഭാഷ്. പാടോ. എന്താ സാറേ ഈ വഴി? ഓ, ഇനി കാര്യവും കാരണമൊക്കെ ഞാൻ നിനക്ക് പറഞ്ഞു തരണോ? വാ, വന്ന് വണ്ടി കയറ്. ഇവന്മാരോട് ലോറികളെടുത്ത് സ്റ്റേഷനിലോട്ട് പോകാൻ പറ. ഇവനായിരിക്കും എനിക്കെതിരെ പരാതി എന്നത്. അതെ. അപ്പൊ പോവാം സാറേ. അങ്ങോട്ട് നീങ്ങിക്കട. ഇവൻ തലപ്പത്തോട്ട് ഫോൺ ചെയ്യാൻ തുടങ്ങുമായിരുന്നു. ദൈവഭാഗ്യത്തിനാ ഞാൻ അവിടെ ചെന്നേ. എടുത്ത് കൈകാര്യം ചെയ്യടാ. സാറേ. സാറ്. എടാ, സാറാരാന്നറിയില്ലേ? ഞങ്ങളുടെ പാർട്ട്ണറാ. Take off your cap. Sir? I said, take off your cap. Sir.
ലോകത്തുള്ള എന്തിനും ഏതിനും ഒരു നേരുണ്ട്. എവിടെയോ മറഞ്ഞിരിക്കുന്ന ഒരു സത്യം. കളവിൻ്റെ, ദുരയുടെ, കൊലയുടെ തമസിനുള്ളിൽ പൊരുളിൻ്റെ കനലെറിയുന്നുണ്ട്. തുടങ്ങാം നേരിൻ്റെ നേരറിയാനുള്ള യാത്ര. ഞാൻ സംസാരിക്കാം. എൻ്റെ ഇടപെടലിലും ചില പരിമിതികളൊക്കെ ഉണ്ട്. യു നോ വാട്ട് ഹാപ്പൻ ലാസ്റ്റ് നൈറ്റ്? ആരാ? അയാളൊരു ന്യൂസൻസാ, എ ട്രബിൾ മേക്കർ. എന്ത് ആദർശം! നമ്മളിങ്ങനെ എത്ര ആൾക്കാരെ കണ്ടിരിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ ഇവനൊക്കെ ആയിരിക്കും ഏറ്റവും വലിയ കുഴപ്പക്കാർ. ഇത് നമുക്ക് ശരിയാക്കാം. ഞാൻ വിളിക്കാം. ബൈ. നിരഞ്ജൻ സർ, ഇന്നലെ രാത്രി തൻ്റെ വക ഒരു ഷോ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഐ വാസ് ട്രാവലിംഗ് ഫ്രം കണ്ണൂർ. ഇടയ്ക്ക് തന്നെ പലതവണ വിളിക്കാൻ ശ്രമിച്ചു. പക്ഷേ യു ആർ പർപ്പസ്ഫുള്ളി നോട്ട് അവൈലബിൾ. ക്രിമിനലുകളെ ബലം പ്രയോഗിച്ച് പിടികൂടുന്നത് മനസ്സിലാക്കാം. കൂട്ടത്തിലൊരു SIയെയും താൻ തല്ലി ചതച്ചിട്ടുണ്ട്. യു ആർ എ പെയിൻ ഇൻ ദ ആസ്. തനിക്ക് എന്തിന്റെ ചൊറിച്ചിലാടോ? എത്രാമത്തെ തവണ ഞാൻ തന്നെ വിളിച്ചു വരുത്തി ഇങ്ങനെ ശാസിക്കുന്നത്? ബട്ട് യു നെവർ ഗിവൻ. ദിസ് ടൈം ഈസ് ആൻ ഓർഡർ. ഇന്നലെ താൻ കസ്റ്റഡിയിലെടുത്ത ഉദയഭാനുവിനെ ഉടനെ പറഞ്ഞു വിട്ടേക്കണം. നോ ആർഗ്യുമെന്റ്സ്. അയ്യോ സർ, അത് പറ്റില്ലല്ലോ. ധിക്കാരം പറയുന്നോടോ? ധിക്കാരമല്ല സർ, ഉദയഭാനുവിന്റെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തു പോയി. പിന്നെ അറസ്റ്റ് നടന്നതും കേസ് രജിസ്റ്റർ ചെയ്തുമൊക്കെ മീഡിയ അറിഞ്ഞിട്ടുണ്ട്. ഇനി സാറിന്റെ വാക്കാലുള്ള ഇൻസ്ട്രക്ഷൻ പ്രകാരം ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇഷ്യൂ ആൻ ഓർഡർ ഇൻ റൈറ്റിംഗ് ആൻഡ് ഐ വിൽ ഗെറ്റ് ഹിം റിലീസ്ഡ്. വലിയ നമ്പറൊന്നും വേണ്ട, പറഞ്ഞങ്ങ് ചെയ്താൽ മതി. നോ സർ, ഐ കാൺട്ട്. അത്ര പുണ്യാളനാവണ്ടോ? എത്ര മാച്ചാലും പോവാത്ത കളങ്കമുള്ളവനാ താൻ. ഹവാലക്കാരെ സഹായിച്ചതിന് തെളിവ് സഹിതം പിടിച്ച് പോലീസ് സർവീസിൽ നിന്നും പിരിച്ചയക്കപ്പെട്ട ഒരു അഴിമതിക്കാരൻ ഓഫീസറിന്റെ മകനാ താൻ. മറക്കണ്ട, ദാറ്റ്സ് യുവർ ലീനിയേജ്. ഇന്നല്ലെങ്കിൽ നാളെ താനും തന്തയുടെ വഴിയെ നടന്നു തുടങ്ങും. ആദർശം പറയുന്ന ഒരു പിഴയ്ക്കുമ്പോഴാ ഏറ്റവും വലിയ പിഴകളാവുന്നത്. ഇത് കണ്ടോ സർ, സാറ് പറഞ്ഞ അഴിമതിക്കാരന്റെ ഫോട്ടോ ആണിത്. ജീവിതത്തിൽ ഇന്ന് വരെ സർക്കാർ കൊടുക്കുന്ന ശമ്പളമല്ലാതെ ഒരു രൂപ പോലും മറ്റാരുടെ കയ്യിൽ നിന്നും കൈപ്പറ്റിയിട്ടില്ലാത്തൊരു സാധു മനുഷ്യൻ. മുകളിലിരിക്കുന്നവർക്ക് മുഖം രക്ഷിക്കാൻ വേണ്ടി അവർ ബലിയാടാക്കിയ ഒരു സാധാ പോലീസുകാരൻ. ആൻഡ് യു ആർ റൈറ്റ് സർ, ദിസ് ഇസ് മൈ ലീനിയേജ്, ദിസ് ഇസ് മൈ ഇൻഹെറിറ്റൻസ് ആൻഡ് ദിസ് ഇസ് മൈ മോറൽ സ്ട്രെങ്ത്. ഒരു ബ്ലാങ്ക് ചെക്കിന് വേണ്ടി എന്ത് തന്തയില്ലാത്തരം കാണിക്കാനും ഒരുമ്പെടുന്നവന്മാരുടെ നെഞ്ചാങ്കൂടിനിട്ട് കയറ്റി കൊടുക്കുമ്പോ ഒരു എക്സ്ട്രാ പവർ കിട്ടുന്നത് ഈ മുഖം ഇങ്ങനെ നിധി പോലെ സൂക്ഷിക്കുന്നുണ്ടാണ് സർ. അതിന്റെ ഒരു അഹങ്കാരം മനസ്സിലാക്കണമെങ്കിൽ ഒറ്റ തന്തയ്ക്ക് പറക്കണം. ഇനി ഒരിക്കൽ കൂടി ഒറ്റ തവണ കൂടി എന്റെ അച്ഛനെ കുറിച്ച് എന്തെങ്കിലും അരുതാത്തത് പറഞ്ഞാൽ ദുഃഖിക്കേണ്ടി വരും. യു വിൽ കേഴ്സ് ദ ഡേ യു വർ ബോൺ.
കമ്മീഷണർ ദേങ്കരി ഇത്രയ്ക്കങ്ങ് കടുപ്പിച്ച നിലയ്ക്ക് ആ ഉദയഭാനുവിനെ ഊരി കൊടുക്കണോ സാർ? രജിസ്റ്റർ ചെയ്ത കേസ് കീറി ചവറ്റുകൂട്ടെ കളയണമെന്ന് അല്ലേ? സാർ അത് മിസ്റ്റർ ഷിഹാബുദ്ദീൻ, നിങ്ങൾ എന്നേക്കാൾ സീനിയറാണ്, പ്രായത്തിലും എക്സ്പീരിയൻസിലും. കറപ്ഷനുമില്ല. ബട്ട് ഐ മസ്റ്റ് ടെൽ യു, നിങ്ങളെ പോലെയുള്ള ആൾക്കാരാണ് നമ്മുടെ ഫോഴ്സിന്റെ ബാധ്യത. സുപ്പീരിയർ ഓഫീസേഴ്സ് എന്ത് നിയമലംഘനം നടത്താൻ ആവശ്യപ്പെട്ടാലും അത് ചെയ്തു കൊടുക്കുക. റിട്ടയർമെന്റിന് 3 വർഷം മാത്രം ബാക്കിയുള്ള നിങ്ങളോടത് പറയുന്നതിൽ അർത്ഥമില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഈ നാറി അടിമപ്പണി ചെയ്യാൻ എന്നെ കിട്ടില്ല. ഇദ്ദേഹം ക്ഷമിക്കണം. ഇത്രയും കാലത്തെ സർവീസിലെ അനുഭവം വെച്ച് പറഞ്ഞു പോയതാ. അനുഭവത്തിന് സർവീസ് വേണമെന്നില്ല. എന്റെ അച്ഛനെ പറ്റി അറിയാലോ അല്ലേ? അത് കള. അലക്സ് സർ, ഉദയഭാനുവിനെ കസ്റ്റഡിയിൽ നിന്നും വിട്ടുകിട്ടാൻ വെളുക്കും വരെ സ്റ്റേഷന് മുന്നിൽ പ്രീമിയം കാറുകളുടെ പ്രവാഹമായിരുന്നു. There were also some phone calls from the very influential and the affluent. എന്താടോ അതിന്റെ പിന്നിലെ ഒരു റാഷണൽ? ഉദയഭാനുവിന്റെ ചീഫ് പാറമട സുഭാഷാണ് സർ. പാറമട സുഭാഷ് ഒറ്റയ്ക്കല്ലല്ലോ അവന്റെ ഓപ്പറേഷൻസ്. അവനൊരു പാർട്ട്ണറല്ലേ? എ പാർട്ട്ണർ ഇൻ ക്രൈം. ജയപ്രതാപ്, എ ഹൈ പ്രൊഫൈൽ മെട്രോ തഗ്. ഇവന്മാര് രണ്ടുപേരും ഉദയഭാനുവിനെ പുറത്തിറക്കാൻ ഉറക്കമൊഴിഞ്ഞത് നമുക്ക് മനസ്സിലാക്കാം. അവരുടെ ഇല്ലീഗൽ ബിസിനസ്സുകളുടെ കിങ് പിന്നാണ് ഉദയഭാനു. പക്ഷെ അന്ന് രാത്രി അവരോടൊപ്പം ഫോർട്ട് പോലീസ് സ്റ്റേഷന് മുന്നിൽ കാവലിരുന്നത് കേരളത്തിലെ ഏറ്റവും ധനികനായ ചെറുപ്പക്കാരനാണ്, സൈമൺ പാലത്തിങ്കൽ. This trio of Jay Pradap, Paramada Subhash and Simon Palatingal is really puzzling and highly interesting. So we are going to go after them. Start working on their connection. സാർ സർ, Why civil service? That's the question. Answer me. Come on. Respond. To serve the people, I mean society. Then go and run a charity organization. അല്ലെങ്കിൽ പോയി ഒരു സാമൂഹ്യ പ്രവർത്തകനാണ്. Why you sit and rot here? സിവിൽ സർവീസ് തിരഞ്ഞെടുക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ച എന്താണെന്ന് എനിക്കറിയാം. ദി കോൾ ഓഫ് പവർ. അധികാരത്തിന്റെ വശ്യമോഹനമായ ക്ഷണം. നിരുത്സാഹപ്പെടുത്താൻ വേണ്ടി പറയുകയല്ല. തികഞ്ഞ യാഥാർത്ഥ്യ ബോധത്തോടെ വേണം നിങ്ങൾ സിവിൽ സർവീസിനെ സമീപിക്കാൻ. That's why this hard talk. ADGP ഇന്റലിജൻസ് ആയിരിക്കെ സ്വന്തം നിലപാടുകളെയും ശരികളെയും മറക്കുന്ന നാണം കെട്ടൊരു വിട്ടുവീഴ്ചയ്ക്ക് നിർബന്ധിതനായപ്പോൾ 2 വരി രാജിക്കത്ത് എഴുതി കൊടുത്ത് ഇറങ്ങിപ്പോരേണ്ടി വന്ന എനിക്ക്, ബാലഗോപാലൻ IPSന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ നട്ടെല്ലിന്റെ ഡൈനാമിക്സ് മാത്രമേ ഉള്ളൂ. പിന്നെ ഏറെക്കാലം പോലീസിലിരുന്ന് മിടുക്കന്മാരായ ഓഫീസേഴ്സിനെ കണ്ട് ശീലിച്ച ഈ കണ്ണുകൾക്ക് ഒരു സിദ്ധിയുണ്ട്. ഐ എം എ ഗിഫ്റ്റഡ് ജഡ്ജ് ഓഫ് ടാലൻസ്. ഈ കോഴ്സ് കഴിയുമ്പോഴേക്കും എനിക്കറിയാം നിങ്ങളിൽ എത്ര പേർ നല്ല നട്ടലുള്ള സിവിൽ സർവൻസ് ആകുമെന്ന്. ആൻഡ് ഐ നെവർ ഗോ റോങ്. യു സീ, ഹിയർ ഇസ് ആൻ എക്സാമ്പിൾ. നിരഞ്ജൻ, ദി ഡയറിംഗ് ഫോർത്രൈറ്റ് ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ്. ഇവിടെതാ ഈ കസേരയിലാണ് നിരഞ്ജൻ ഇരുന്നിരുന്നത്. ട്രെയിനിങ് തുടങ്ങി 3-ാം ദിവസം ഞാൻ തിരിച്ചറിഞ്ഞു, ഹീസ് സോളിഡ് മെറ്റൽ. ഇനി ഇവിടെ ഇയാൾ നിങ്ങളോട് എന്തെങ്കിലും ഇന്ററാക്ട് ചെയ്താൽ അത് ചട്ടലംഘനമാവും. ഡെപ്യൂട്ടി കമ്മീഷണർ സ്വകാര്യ സ്ഥാപനത്തിൽ ക്ലാസ് എടുത്തു എന്നതാവും പിന്നെ വാർത്ത. But you can wish them luck, നിരഞ്ജൻ. Why not? എനിക്കൊന്നേ പറയാനുള്ളൂ. There is no substitute for hard work. ഒപ്പം സ്വയം വിശ്വസിക്കുക, സ്വന്തം വിശ്വാസങ്ങളെ കൈവിടാതിരിക്കുക. And trust him. He will take you along the right path. ഇത് ഈ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പരസ്യവാചകമല്ല, എന്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. So that's it. അടുത്ത സെഷൻ ഹാൻഡിൽ ചെയ്യാൻ ഡോക്ടർ അൻസാരി വരും. ഹാവ് ഫൺ. നമുക്ക് നാളെ കാണാം. കോഫി ആൻഡ് സാൻഡ്വിച്ച് അല്ലടോ? Yeah. ഞാൻ ആലോചിക്കുകയായിരുന്നു തൻ്റെ അച്ഛനിൽ നിന്നും താൻ എന്ത് ഡിഫറൻ്റ് ആണെന്ന്. അയാളൊരു പഞ്ചപാവമായിരുന്നു. മേലുദ്യോഗസ്ഥന്മാർ എന്ത് പറഞ്ഞാലും അത് വേദവാക്യം. പ്രതികളോട് പോലും ശബ്ദമുയർത്തി സംസാരിച്ചിട്ടില്ല.
തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു റിഗ്രറ്റേ എനിക്കുള്ളൂ. തൻ്റെ അച്ഛനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റിയില്ല. അറിയാം സർ, യു ടോൾഡ് മീ ദിസ് മെനി ടൈംസ്. അച്ഛനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വയ്യാകെ വരാറുണ്ട്. പിന്നെ ഈ ഒറ്റയ്ക്കുള്ള താമസം. ഐ എം വറീഡ്. ഇവിടെ വന്ന് എന്നോടൊപ്പം നിൽക്കാൻ പറഞ്ഞാൽ കേൾക്കില്ല. ഹവാലാക്കാരെ സഹായിച്ചതിൻ്റെ പേരിൽ സർവീസിൽ നിന്ന് പിരിച്ചയക്കപ്പെട്ട ആൾ കൂടെ താമസിച്ചാൽ അതെനിക്ക് അപമാനമാകുമോ എന്ന ഭയം. സദാശിവനോട് ഞാൻ സംസാരിക്കണോ? വേണ്ട സർ, കാര്യമില്ല. പക്ഷേ തന്നോടൊന്ന് സംസാരിക്കാൻ അയാൾ എന്നോട് പറഞ്ഞിരുന്നു. ഹി ബിലീവ്സ് ഞാൻ പറഞ്ഞാൽ താൻ കേൾക്കുമെന്ന്. ഹി വാണ്ട്സ് യു ടു ഗെറ്റ് മാരീഡ്. എന്താടോ, ചെയ്തൂടെ? തിരിഞ്ഞു നോക്കിയാൽ ആർക്കാടും ഒരു നഷ്ടപ്രണയം ഇല്ലാത്തത്, അതും കോളേജ് ഡേയ്സിൽ. തൻ്റെ അച്ഛന് വല്ലാത്ത കുറ്റബോധമുണ്ട്. അയാൾ കേസിൽപ്പെട്ട് സർവീസിൽ നിന്ന് പുറത്തായപ്പോഴാണല്ലോ ആ പെൺകുട്ടിയുടെ വീട്ടുകാർ അവളെ താനുമായുള്ള ബന്ധത്തിൽ നിന്ന് വിലക്കിയത്. സർ, ലെറ്റ്സ് discuss something else. Okay. Now to your favorite topic, investigation. സൈമൺ പാലത്തിങ്കലും മണൽ മാഫിയയും സ്ട്രേഞ്ച് അല്ലടോ? സാറിനറിയാലോ, ഈ സിറ്റിയിലും സറൗണ്ടിങ്ങിലുമുള്ള മുഴുവൻ ഇല്ലീഗൽ ആക്ടിവിറ്റീസും കൺട്രോൾ ചെയ്യുന്നത് ഈ പാറമട സുഭാഷും ജയപ്രതാപും ചേർന്നാണ്. മണലുവാരൽ, ക്വാറി, ഹവാല, കൊട്ടേഷൻ, എന്തന്വേഷിച്ചെന്നാലും ഒടുവിൽ എത്തിച്ചേരുക ഈ 2 പേരുകളിലായിരിക്കും. പക്ഷേ ഈ സൈമൺ പാലത്തെങ്കിലും ഇവർ 2 പേരും തമ്മിലുള്ള കൂട്ടുകെട്ട്, നൗ ദാറ്റ്സ് എ റീസെന്റ് ഡെവലപ്മെന്റ്. ഈ സൈമൺ പാലത്തിങ്കലിനെ പറ്റി താൻ കൂടുതൽ അന്വേഷിച്ചോ? യാ, അതിസമ്പന്നനായ ഒന്നാന്തരം പിഴ, ഡോപ്പ് അഡിക്റ്റ്, കൊക്കൈൻ, ഹാഷിഷ്, ഹെറോയിൻ, പിന്നെ ബൂസ് ആൻഡ് ഗേൾസ്. ഇറ്റ്സ് എ ക്ലീഷേഡ് സ്റ്റോറി. 7,500 കോടി രൂപ ആസ്തിയുള്ള പാലത്തിങ്കൽ ഗ്രൂപ്പ് ബിസിനസിന്റെ ഫോർഫ്രണ്ടിലേക്ക് കൊണ്ടുവരാതെ മുംബൈയിലും ഡൽഹിയിലുമായി മാറ്റി നിർത്തിയിരിക്കുകയായിരുന്നു ഈ പ്രോഡിഗൽ സണ്ണിനെ. സൈമൺ കേരളത്തിൽ ലാൻഡ് ചെയ്യുന്നത് 8 മാസങ്ങൾക്ക് മുമ്പ്. പാലത്തിങ്കൽ ഗ്രൂപ്പിന്റെ റിയൽ എസ്റ്റേറ്റ് ഡിവിഷന്റെ ചുമതലയേറ്റ് ഭൂമി ഇടപാടുകൾ നടത്തി തുടങ്ങിയതോടെയാണ് ജയപ്രതാപും സുഭാഷുമായി ചെങ്ങാത്തത്തിലാവുന്നത്. ഓൾ സെഡ് ആൻഡ് ഡൺ, സൈമൺ പാലത്തിങ്കൽ is a brilliant businessman. പക്ഷെ അയാളുടെ സുഭാഷും ജയപ്രതാപും അടങ്ങുന്ന കാർട്ടൽ, അത് നമുക്ക് തലവേദനയാകും. So what's the plan of action? ഞാൻ എന്തായാലും സൈമണെ ഫോളോ ചെയ്യാൻ തീരുമാനിച്ചു സർ. എവിടെയെങ്കിലും കൊളുത്തൊന്ന് വീണ് കിട്ടിയാൽ മതി, പിടിച്ചു കയറാം, പൊളിച്ചെടുക്കാം. ചുരുക്കത്തിൽ താനും കമ്മീഷണറും തമ്മിലുള്ള ഈ ഡ്യുവൽ ഒരു റുട്ടീൻ അഫെയർ ആവും അല്ലേ? അതിപ്പോ അല്ലെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ. എന്നാൽ തനിക്ക് ഞാനൊരു ഇൻഫർമേഷൻ തരട്ടെ. സർവീസ് വിട്ടത് പിന്നെ ഞാനും ഒരു ബിസിനസ്സുകാരനായില്ലടോ. അസൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. പിന്നെ ഞാനിവിടെ സ്പോർട്സ് കൗൺസിലിലും ക്രിക്കറ്റ് അസോസിയേഷനിലും ഒക്കെ അത്യാവശ്യം സജീവമാണ്. ഐ ഹാവ് മൈ ഓൺ സോഴ്സസ് ആൻഡ് ഐ ടെൽ യു, 2 ദിവസത്തിനകം സൈമൺ പാലത്തിങ്കൽ കേരളത്തെ മുഴുവൻ ഞെട്ടിക്കാൻ പോകുന്നു വിത്ത് സംതിങ് സെൻസേഷണൽ. എന്താ സർ കാര്യം? ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. ഗുഡ് ആഫ്റ്റർനൂൺ ടു ഓൾ. ഞങ്ങളുടെ പുതിയൊരു വെഞ്ചറിനെ കുറിച്ച് പറയാനാണ് ഈ പ്രസ് മീറ്റ്. പാലത്തിങ്കൽ ഗ്രൂപ്പിൻ്റെ ബിസിനസ് ആക്ടിവിറ്റീസിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. വി ആർ ഇൻ ടു ഫിനാൻസ്, റിയൽ എസ്റ്റേറ്റ്, ഹോട്ടൽസ്, റിസോർട്ട്സ്, സോഫ്റ്റ്വെയർ എക്സെട്ര. ഞങ്ങളുടെ പുതിയ കമ്പനി ഐ ഹാപ്പൻ ടു ബി ഇറ്റ്സ് MD, ന്യൂ ഹൊറൈസൺസ്, ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സ്പോർട്സിലാണ്. നാഷണൽ ക്രിക്കറ്റ് ലീഗിൽ കേരളത്തിൻ്റെ ഒരു ടീം, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അടുത്ത മാസത്തോടെ അത് മെറ്റീരിയലൈസ് ചെയ്യും. ഇതേ ലക്ഷ്യവുമായി വേറെയും കുറെ ബിഗ് പ്ലേയേഴ്സ് രംഗത്തുണ്ടല്ലോ. നാച്ചുറലി. See, this is a world of competition. ഏറ്റവും ഫിറ്റസ്റ്റ് ആയിട്ടുള്ളവർ സർവൈവ് ചെയ്യും. ആൻഡ് we are gonna be the fittest. ഒരു കേന്ദ്രമന്ത്രിയും ഇതേ ഉദ്ദേശത്തോടു കൂടെ നീക്കങ്ങൾ നടത്തുന്നുണ്ട്. Let him. But കരാർ കിട്ടാൻ പോകുന്ന ഞങ്ങൾക്കായിരിക്കും. I tell you, കേരളത്തിന് ഒരു ടീം ഉണ്ടാവുന്നതോടെ ഇവിടെ വലിയ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് വരും, വികസനം വരും. താങ്കൾ അച്ഛനും സഹോദരനുമായി അത്ര നല്ല ബന്ധത്തിലല്ലല്ലോ. സോ ഈ സംരംഭവുമായി അവർ സഹകരിക്കുമോ? That's none of your business. That's all. നിൽക്കൂ, ഇനിയും ചോദ്യങ്ങളുണ്ട്. എനിക്കൊരു കാര്യം അറിയാനുണ്ട്. I have a question. ഹലോ ടൈഗർ കോളിംഗ്. സർ. ഹലോ ടൈഗർ കോളിംഗ്. സർ. പൂന്തറ ഭാഗത്ത് പ്രശ്നമൊന്നുമില്ലല്ലോ? നത്തിങ് സർ. ഞാൻ ബൈപ്പാസിലുണ്ട്. സർ. ടെക്നോ പാർക്കിനടുത്ത് വെച്ച് തമിഴ്നാട് രജിസ്ട്രേഷൻ വണ്ടി പിടിച്ചത് എന്തായി? ആളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് സർ. ഓവർ ആൻഡ് ഔട്ട്. സർ.
Control room. DCP Niranjan. I want an ambulance and send the party. Kovalam Karakutam bypassal. Turn left at the third signal. Yeah, make it fast. Simon? Are you Simon Parathingan? What happened? What happened? Who did this to you? Meera. എന്താ പറ്റിയത്? Meera. Come on, Simon, tell me. എന്താ പറ്റിയത്? Tell me what happened. Meera. Meera. Simon? 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 നാഷണൽ ക്രിക്കറ്റ് ലീഗിൽ കേരളത്തിന്റെ ടീമുണ്ടാക്കുവാൻ ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞ് 10 മണിക്കൂറിനുള്ളിലാണ് സൈമൺ കൊല ചെയ്യപ്പെടുന്നത്. സോ ഇറ്റ് ഹാസ് ഹിറ്റ് ദ ഹെഡ്ലൈൻസ് ഓഫ് നാഷണൽ മീഡിയ ലൈക്ക് എനിത്തിങ്. പിന്നെ പാലത്തിങ്കൽ ഗ്രൂപ്പിന്റെ സ്വാധീനത്തെയും സാമ്പത്തിക ശേഷിയെക്കുറിച്ചൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഐ ആം സപ്പോസ് ടു ഗിവ് എ റിപ്പോർട്ട് ടു ദ മിനിസ്റ്റർ വിത്തിൻ അവേഴ്സ്. ഈ കേസിന്റെ ഒരു ഡയറക്റ്റ് ഫിസിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ഞാൻ നിരഞ്ജനെയാണ് ഏൽപ്പിക്കുന്നത്. യെസ് സർ. ബട്ട് സർ, സംഭവം നടന്ന അന്നു മുതൽ ഐ ആം ആഫ്റ്റർ ഇറ്റ്. ഐ വിൽ ഗെറ്റ് എ ബ്രേക്ക് ത്രൂ വെരി സൂൺ സർ. കം ഓൺ മൻമോഹൻ, ഞാൻ തന്നെ ഒഴിവാക്കിയതല്ല. ഇയാൾ ചെറുപ്പമല്ലേ, ഓടി നടന്ന് ഗ്രൗണ്ട് വർക്ക് ചെയ്യട്ടെ. ആൻഡ് യു വിൽ റിപ്പോർട്ട് ഡയറക്ട്ലി ടു മീ. യെസ് സർ. നിരഞ്ജൻ, സൈമന്റെ മരണമൊഴി താൻ റെക്കോർഡ് ചെയ്തു എന്നല്ലേ പറഞ്ഞത്? അതെ സർ. പക്ഷേ ഇറ്റ്സ് സോർട്ട് ഓഫ് വേഗ്. ആരാണ് കുത്തിയത് എന്ന് ചോദിച്ചപ്പോൾ അയാള് മീര സ്പാ എന്നാണ് പറഞ്ഞത്. മീര സ്പാ. സ്ട്രേഞ്ച്. എനിത്തിങ് എൽസ്? സീൻ ഓഫ് ക്രൈമിൽ നിന്നും ഒരു ക്രഷ്ഡ് സെൽഫോൺ കിട്ടി. അൺഫോർച്ചുനേറ്റ്ലി ദ സിം കാർഡ് വാസ് ഓൾസോ ഡാമേജ്ഡ്. പക്ഷേ സിം നമ്പർ വെച്ച് അഡ്രസ് കണ്ടുപിടിക്കാൻ സൈബർ സെല്ലുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് സർ. ദാറ്റ് ഈസ് ഗോയിങ് ടു ബി വൈറ്റൽ. ഇറ്റ് ഈസ്. പിന്നെ സംഭവ സ്ഥലത്തേക്ക് ഞാൻ അപ്രോച്ച് ചെയ്യുമ്പോൾ റോഡിൽ കിടന്ന സൈമൺ അരികിൽ നിന്നും ഓടിപ്പോയി വണ്ടിയിൽ കയറി രക്ഷപ്പെട്ടവർ പാറമട സുഭാഷും ജയപ്രതാപുമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഇൻ ഓൾ പ്രോബബിലിറ്റി അവർ തമിഴ്നാട്ടിലേക്കാണ് രക്ഷപ്പെട്ടിരിക്കുന്നത്. വി ആർ ആഫ്റ്റർ ദം.
പ്രസ് കോൺഫറൻസിന് ശേഷം സൈമണും സുഭാഷും ജയപ്രതാപും മറ്റു ചില സുഹൃത്തുക്കളും ചേർന്ന് വിഴിഞ്ഞത്തെ ഒരു പ്രൈവറ്റ് റിസോർട്ടിൽ ഒരു സെലിബ്രേഷൻ പാർട്ടിയിലായിരുന്നു. ഏതാണ്ട് 1:30 മണിയോടുകൂടിയാണ് സൈമണും സുഭാഷും ചേർന്ന് സുഭാഷിന്റെ വണ്ടിയിൽ അവിടെ നിന്ന് പുറപ്പെടുന്നത്. ജയപ്രതാപ് മറ്റു സുഹൃത്തുക്കളെ അവിടെ നിന്ന് യാത്രയാക്കിയതിനു ശേഷം സൈമന്റെ വണ്ടിയിൽ ഫോളോ ചെയ്യും എന്നാണ് പറഞ്ഞിരുന്നത്. റിസോർട്ടിലെ സ്റ്റാഫിന്റെ മൊഴികളിൽ നിന്നാണ് നമുക്ക് ഈ പിക്ചർ കിട്ടിയിരിക്കുന്നത്. സോ താൻ സംശയിക്കുന്നത് ജയപ്രതാപിനെയും പാറമട സുഭാഷിനെയുമാണ്? അങ്ങനെ പറയാനാവില്ല സർ. ഈ കേസിൽ ഒരുപാട് കോൺട്രഡിക്ഷൻസ് ഉണ്ട്. ലൈക്ക് സൈമന്റെ മരണമൊഴി. അയാൾ ജയപ്രതാപനെയോ സുഭാഷിനെയോ നെയിം ചെയ്തിട്ടില്ല. പിന്നെ വണ്ടിയുടെ പിൻ സീറ്റിലുള്ള ബ്ലഡ് സ്റ്റെയിൻസ്. സൈമൺ മരണപ്പെട്ടത് വണ്ടിയിൽ നിന്നും ഏതാണ്ട് 5.5 മീറ്റർ അകലെയാണ്, ഇൻ എ പൂൾ ഓഫ് ബ്ലഡ്. പിന്നെ എങ്ങനെ വണ്ടിയുടെ പിൻ സീറ്റിൽ രക്തക്കറയുണ്ടായി? അയാളുടെ ബോഡിയിൽ നെഞ്ചിനും അടിവയറിനും ഇടയിലായി 3 കുത്തുകളുണ്ട് ഫ്രം ദ സെയിം വെപ്പൺ. പക്ഷെ കഴുത്തിന് താഴെ there is a razor sharp slit. ഏയ് ഡോണ്ട് ബി സില്ലി. ഒന്നിലധികം പേർ ചേർന്ന് ഒരാളെ ആക്രമിക്കുമ്പോൾ മുറിവുകൾക്ക് വ്യത്യാസം ഉണ്ടാവും. അങ്ങനെയല്ല സർ. വയറ്റത്തുള്ള കുത്തുകൾക്ക് ഒരു റാൻഡം സ്വഭാവമുണ്ട്. പെട്ടെന്ന് നടത്തിയ ക്രൂഡായ ഒരു ആക്രമണം. പക്ഷെ കഴുത്തിലെ മുറിവ്, ദാറ്റ്സ് എ കാൽക്കുലേറ്റഡ് പേർപ്പസ്ഫുൾ സ്ലാഷ്. തികച്ചും വ്യത്യസ്തമായ മാനസികാവസ്ഥയിലുള്ള 2 പേർ ചേർന്നാണ് സൈമണെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഒരേ ജനസിൽപ്പെട്ട ജയപ്രതാപും സുഭാഷും തമ്മിൽ അത്തരമൊരു വ്യത്യാസമില്ല സർ. തന്റെ യുക്തി എനിക്ക് അത്ര ബോധിച്ചിട്ടില്ലെങ്കിലും ഐ ബിലീവ് ഇൻ യുവർ ഇൻസ്റ്റിങ്ക്ട്, ബട്ട് ഐ വാണ്ട് എ ബ്രേക്ക് ത്രൂ സോ ബാഡ്ലി. We will make it happen, sir. Then buckle your shoes and run. Yes, sir. സർ, Please sit down. എന്തായി വിജയൻ? നമ്പർ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് സർ. കാർഡ് ഹോൾഡറിന്റെ അഡ്രസ് ഇതാണ്. രാജമ്മ വേലിക്കകം വീട്, വെള്ളറ, ട്രിവാൻഡ്രം 695505. ഈ നമ്പറിന് റീസെന്റ് കോൾ ലിസ്റ്റ് കിട്ടിയിട്ടുണ്ടോ? ഉണ്ട് സർ. ഔട്ട് ഗോയിങ് ഇൻകമിംഗ് കോൾ നമ്പേഴ്സ് എല്ലാം ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഗുഡ് വർക്ക് വിജയൻ. സർ. ഷിഹാബ്ദൻ സർ, രാജമ്മയുടെ പേരിലുള്ള സെൽ അവരാണോ അതോ മറ്റാരെങ്കിലുമാണോ യൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. പിന്നെ അവരുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും രീതിയിലുള്ള ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ എന്നും നമ്മൾ അന്വേഷിക്കണം. സർ, ഒരുപക്ഷെ നമുക്ക് കിട്ടിയ ഈ ഫോൺ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്താണെങ്കിലോ? ദാറ്റ്സ് എ പോസിബിലിറ്റി. പക്ഷേ ഷിഹാബ്ദീൻ പറഞ്ഞ പോലെയാണെങ്കിൽ ഫോൺ മിസ്സായതായി രാജമ്മയുടെ ഒരു പോലീസ് കംപ്ലൈന്റ് ഉണ്ടാവണം. സോ ഗോ ഫൈൻഡ് ഹർ ആൻഡ് ടോക്ക് ടു ഹർ. സർ. സർ, ഇതാണ് മുള്ളാണി ബിജു, രാജമ്മയുടെ മകൻ. അവരുടെ സിം ഉപയോഗിക്കുന്നത് ഇവനാണ്. ഇവൻ പാറമട സുഭാഷിന്റെ ആളാണ്, ഒരു പക്ക ക്രിമിനൽ. എന്തായി സതീഷ്? സർ, ഇവൻ മുങ്ങിയിരിക്കുകയാണ് സർ. പക്ഷേ ഇൻഫോ കിട്ടിയിട്ടുണ്ട് സർ. മേ ഐ? യാ സർ. സർ, ഇത് ജോഷുവ. ഇവൻ അറിയപ്പെടുന്നത് കൺട്രാക്ട് എന്നാണ്, കോൺട്രാക്ടർ. കഴിഞ്ഞ വർഷം ആറ്റിങ്ങലിലെ ഒരു ജ്വല്ലറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇവനെ നമ്മൾ ഓൾമോസ്റ്റ് പൂട്ടിയതായിരുന്നു സർ. പക്ഷേ മുകളിൽ നിന്നും വിളി വന്നു, പൂട്ടുപൊട്ടി അല്ലേ? ഇവന് പാറമട സുഭാഷും ജയപ്രതാവുമായി ജോയിന്റ് ഓപ്പറേഷൻസ് ഉണ്ട് സർ. അലക്സ്. സർ. ഇയാളും ഈ മുള്ളാണി ബിജുവും തമ്മിൽ എന്താ കണക്ഷൻ? സർ, 5 ദിവസം മുമ്പ് ജോഷുവ മുള്ളാണി ബിജുവുമായി ബന്ധപ്പെട്ടിരുന്നു. ബിജു ഉൾപ്പെടെ മറ്റ് പല ഏരിയകളിൽ നിന്നുള്ള 14ഓളം ഗുണ്ടകളെ അയാൾ വിഴിഞ്ഞത്തൊരു ലോഡ്ജിൽ 2 ദിവസം താമസിപ്പിച്ചിരുന്നു. എന്തോ ഒരു ബിഗ് സ്കെയിൽ ഓപ്പറേഷൻ. മിനിങ്ങാന്ന് വൈകുന്നേരം 6:30 എല്ലാവരും റൂം വെക്കേറ്റ് ചെയ്ത് 3 വണ്ടികളിലായി പോയി. ഇപ്പോൾ എല്ലാവരും അബ്സ്കോണ്ടിങ്. മിനിഞ്ഞാന്നെന്ന് പറയുമ്പോൾ കൊല നടന്ന ദിവസം. സോ വി ആർ ഓൺ ഇറ്റ്. അലക്സ്. സർ. ഈ സംഘത്തിൽപ്പെട്ട 14 പേരെയും ഐഡന്റിഫൈ ചെയ്യണം വിത്ത് ദ സെൽ നമ്പേഴ്സ്. ഏതെങ്കിലും ഒരു മൊബൈൽ ആക്റ്റീവ് ആണെങ്കിൽ ലൊക്കേറ്റ് ദ ടവർ. ആൻഡ് സതീഷ്, യു ഫോക്കസ് ഓൺ ദോസ് വെഹിക്കിൾസ്. വർക്ക്ഷോപ്പുകൾ, ഫ്യൂൽ പമ്പുകൾ, ടയർ വർക്ക്സ് ചെയ്യുന്ന ചെറിയ കടകൾ എല്ലായിടത്തും അന്വേഷിക്കണം. ആൻഡ് മേക്ക് ഷുവർ യു ടോക്ക് ടു ദ ലോക്കൽ പീപ്പിൾ. ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻ കിട്ടാൻ പോകുന്നത് അവരിൽ നിന്നായിരിക്കും. നിങ്ങൾ 2 പേരുടെയും ആക്ടിവിറ്റീസ് ഷിഹാബ്ദീൻ കോർഡിനേറ്റ് ചെയ്യും. ആൻഡ് യു റിപ്പോർട്ട് ടു മീ. സർ. സോ ഗെറ്റ് ഗോയിങ്. സർ.
ബീര